എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തയാണ് ഇപ്പോൾ കേരള BJPയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമരംഗത്തെ പല പ്രമുഖ വ്യക്തിത്വങ്ങളെയും BJP സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് റിപ്പോർട്ടർ TVയിലെ സുജയ പാർവതിയും ജനൻ TVയിലെ അനിൽ നമ്പ്യാരും. ഈ രണ്ടു പേരും 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ BJPക്ക് വേണ്ടി മത്സരിക്കും. അതായത് സുജയ പാർവതി പറഞ്ഞു കേൾക്കുന്നത് ആറന്മുളയിൽ വീണ ജോർജിനെതിരെ മത്സരിക്കും എന്നാണ്. സുജയ പാർവതി ബേസിക്കലി പത്തനംതിട്ടക്കാരിയാണ്. അപ്പോൾ ആറന്മുളയിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് അനൗദ്യോഗികമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് എന്താ പറയുക ക്രിസ്ത്യൻ സമൂഹം തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറന്മുളയിൽ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ പറ്റും. സുജയ പാർവതിക്ക് ആറന്മുളയിൽ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ പറ്റും എന്നാണ് BJP ക്യാമ്പ് വിശ്വസിക്കുന്നത്. പിന്നെ കൂടാതെ അനിൽ നമ്പ്യാരെ ഏത് മണ്ഡലത്തിലാണ് അനിൽ നമ്പ്യാർ ഏത് അസംബ്ലി മണ്ഡലത്തിലാണ് മത്സരിക്കുന്ന ഒരു റിപ്പോർട്ട് റൂമേഴ്സ് ഒന്നും ഇപ്പം പുറത്തു വരുന്നില്ല. അപ്പോൾ BJP രണ്ടും കൽപ്പിച്ചെന്നെ. ഇപ്പോൾ അടുത്ത കാലത്തിന് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ അവിടെ പറഞ്ഞെന്താണെന്നറിയാം. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ മാധ്യമം BJPയെ നഖശികാന്തം എതിർക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമം നടത്തിയ ചർച്ചയിലാണ് BJPക്ക് 25% വോട്ടും 32 സീറ്റും കിട്ടുമെന്ന് അവർ പ്രവചിച്ച് അവർ ഏകദേശം 4 ലക്ഷത്തോളം സാമ്പിൾ ഡാറ്റ ശേഖരിച്ചതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വിട്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടല്ലോ BJP അടുത്ത തവണ 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി മാറും. അതായത് ആര് ഭരണം നിയന്ത്രിക്കണം, അതായത് ആര് ഭരിക്കണം, കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ചിലപ്പോൾ BJP ആയിരിക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 140 അസംബ്ലി മണ്ഡലത്തിൽ ഈ CPMും കോൺഗ്രസും കൂടാതെ അതായത് LDFും UDFും കൂടാതെ BJP ഒരു 10 സീറ്റ് പിടിച്ചാൽ പോലും ഇവിടുത്തെ ഇക്വേഷൻ ടോട്ടലി അങ്ങ് മാറും, അങ്ങ് തകിടം മറിയും. അതായത് ഇതുവരെ ജനങ്ങൾ ചിന്തിച്ചെന്താണെന്നറിയോ, അതായത് കോൺഗ്രസിനെ LDFും UDFും മതി എന്നൊരു ധാരണയായിരുന്നു കേരളത്തിൽ ഇതുവരെ. പക്ഷേ ഇപ്പോൾ ചിത്രം മാറാൻ പോവുകയാണ്. അതായത് മുമ്പ് നടന്ന മാതിരിയല്ല. 2026 ജനങ്ങൾ BJPയെ ജയിപ്പിക്കും. അതായത് ഒരുപാട് സീറ്റുകൾ BJPക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എന്താ പറയുക കേരളത്തിലെ മൊത്തത്തിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം തകിടം മറിയും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. 140 അസംബ്ലി മണ്ഡലത്തിൽ BJPക്ക് ഒരു 20 സീറ്റ് കിട്ടുന്നു. അപ്പോൾ ബാക്കി 120 അപ്പോൾ 120 ഒരു 70 ഒരു പാർട്ടി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു 60 ഒരു പാർട്ടി കിട്ടുന്നു, 60 മറ്റൊരു മുന്നണിക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടല്ലോ ഇവിടെ ഒരു തൂക്ക് സഭ വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPയുടെ സപ്പോർട്ടില്ലാതെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ കോൺഗ്രസ് BJPയോട് ചേർന്ന് ഭരിക്കുമോ? ഒരിക്കലും നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ എന്താ പറയുക ഇന്ത്യ ഒട്ടാകെ BJPയുടെ പ്രധാന എതിരാളിയാണ് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMും BJPയും ചേർന്ന് കേരളം ഭരിക്കുക, BJP CPMിനെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് വളരെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതായത് മലയാളികൾക്ക് സുപരിചിതമായ ഒരുപാട് വ്യക്തിത്വങ്ങളെ BJP സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മാധ്യമരംഗത്തെ വളരെ സുപ്രധാനപ്പെട്ട ഒരു സൗമ്യ മുഖമാണ് അനിൽ നമ്പ്യാർ. അപ്പോൾ അനിൽ നമ്പ്യാർ ബേസിക്കലി തലശ്ശേരിക്കാരനാണ്. അതായത് എല്ലാ ആൾക്കാരായിട്ടും എല്ലാ പാർട്ടിയിലെ ആൾക്കാരായിട്ടും വളരെ സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് അനിൽ നമ്പ്യാർ. അപ്പോൾ അനിൽ നമ്പ്യാർക്കും കേരളത്തിലെ എന്താ പറയുക ഏത് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിജയപ്രതീക്ഷയാണ് BJP കാണുന്നത്. അതുപോലെ സുജയ പാർവതി ഒരു വനിതകളുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അതായത് BJPക്ക് വേണ്ടിയിട്ട് ചർച്ചയിൽ പോലും സ്വന്തം ജോലിയിടത്തിൽ പോലും BJPയുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന, അത് BJPക്കാർ പ്രതിരോധത്തിലാവുന്ന ഒരു സബ്ജക്റ്റ് വരുമ്പോൾ പോലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സുജയ പാർവതി. അതുമാത്രമല്ല അതായത് 24 വർക്ക് ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ ഭരണ പരിഷ്കാരങ്ങൾ, അതായത് നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റില്ല എന്ന് സ്വന്തം മാധ്യമ സ്ഥാപനം പറഞ്ഞപ്പോൾ അതിനെ എതിർത്തിട്ട് ആ ചാനലിൽ ഇറങ്ങി വന്നൊരു വ്യക്തിത്വമാണ് സുജയ പാർവതി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ BMSന്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് പറഞ്ഞിരുന്നു, നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്ന പരസ്യ നിലപാടെടുത്ത ഒരു വ്യക്തിത്വമാണ് സുജയ പാർവതി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറന്മുളയിൽ ഈ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അത് ഉറപ്പായിട്ടും പറ്റും. എന്താണെന്നറിയാം, ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു ലേഡി അതായത് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഏറ്റവും കഴിവുകെട്ട ഒരു മന്ത്രിയാണ്. ഏറ്റവും കഴിവുകെട്ട ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഈ മേഖല ആരോഗ്യരംഗത്തെ ശരിക്കും നശിപ്പിച്ച ഒരു ക്രെഡിറ്റ് ഫുൾ കൊടുക്കേണ്ടത് വീണ ജോർജിനാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടല്ലോ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമൊക്കെ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ വഖഫ് വിഷയമൊക്കെ ഉണ്ടല്ലോ BJPയെ അടുത്ത് കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് അടുത്തു. അവർക്ക് മനസ്സിലായി മുനമ്പം വിഷയമൊക്കെ ശരിക്കും കേരളത്തിലുണ്ട്. 2026 ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും, അതായത് LDFും UDFും എന്താണ് പറഞ്ഞത്, അവിടുത്തെ ജനങ്ങൾ അവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം. വഖഫിൻ്റെ ഭൂമിയാണ് അവിടുത്തെ, വഖഫിന് കൊടുക്കണം, വഖഫ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ വഖഫിന് കൊടുക്കണം. രണ്ട് മുന്നണിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും അവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരാളും അവിടുത്തെ
ജനങ്ങളെ വികാരം കണ്ടില്ല. ആ ജനങ്ങളെ കണ്ണീരൊപ്പിയാരാണെന്നറിയാം. അതായത് നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ കൊണ്ടുവന്ന ഈ എന്താ പറയുക അമെൻഡ് ചെയ്ത ഈ വഖഫ് ഭേദഗതി നിയമമാണ്. അതാണ് അവരുടെ കണ്ണീരൊപ്പിയത്. അത് അന്നുണ്ട് പാർലമെന്റിൽ, അന്ന് രാജ്യസഭയിൽ പാസ്സാക്കിയതിന് ശേഷം മുനമ്പത്തെ ജനങ്ങൾ ലഡു വിതരണം ചെയ്തു. ശേഷം അവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും മുനമ്പത്തെ ജനങ്ങളെ കാണാൻ ചെന്നു. അതുവരെ ഉണ്ടല്ലോ അവരാരും സമരപന്തലിലേക്കൊന്നും വന്നില്ല. അവിടുത്തെ ഹൈബീഡിനൊക്കെ അവരുടെ MP ആണ് ഹൈബീഡിനൊക്കെ അവിടുത്തെ ജനങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പൂശിവിടും. അതായത് പരസ്യമായി പൂശിവിടുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന കാര്യങ്ങളായിരുന്നു നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമത്തിലൂടെ കൊണ്ടുവന്നത്. അതിനെ ഈ ഹൈബീഡിനൊക്കെ എതിർത്തു. ഒന്ന് ആലോചിക്കുക, സ്വന്തം ജനതയെ വഖഫ് എന്ന ഭീകരതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നപ്പോൾ അവരുടെ ജനപ്രതിനിധി ആയ ഹൈബീഡൻ പാർലമെന്റിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരള നിയമസഭയിൽ അതായത് 140 MLA-മാരുള്ള കേരള നിയമസഭയിൽ ഈ വഖഫിന് വേണ്ടി വഖഫ് ഈ ഭേദഗതി അതായത് മുനമ്പത്തെ അടക്കം ജനങ്ങളെ കണ്ണീരൊപ്പുന്ന ഒരു നിയമം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പ്രമേയം പാസാക്കി ഈ 140 MLA-മാർ. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ LDF-നും UDF-നും വോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം തീരുമാനിച്ചിരിക്കുകയാണ് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ BJP-ക്ക് വോട്ട് ചെയ്യും. ഇവിടെ മിനിമം ഒരു 10-20 BJP MLA-മാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ ഉഡായിപ്പിന് നടക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടാകില്ല. അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു 20 MLA-മാരെങ്കിലും ഇവിടെ ഉണ്ടാകണം എന്നാണ് അവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ എന്താ ഉണ്ടാകുമോയെന്നറിയോ? അതായത് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം BJP-ക്ക് വോട്ട് ചെയ്യും. അത് കൂടുതലും ബാധിക്കുക കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വോട്ട് ബാങ്കാണ്, അവരുടെ നട്ടെല്ലാണ് ഈ ക്രിസ്ത്യൻ സമൂഹം. ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി അവർ ഒരു ചുക്കും ചെയ്തില്ല. ഈ മുനമ്പത്തെ വിഷയം തന്നെ കണ്ടില്ല, അവർ വഖഫിൻ്റെ കൂടെ, മുസ്ലിം ലീഗിൻ്റെ കൂടെയായിരുന്നു. ആ വഖഫ് ഭീകരതയെ താലോലിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? അതായത് തങ്ങളെ വേണ്ടാത്തവർക്ക് എന്തിനാണ് ഇവർ വോട്ട് ചെയ്യേണ്ടത്? ആ ഒരു ചിന്താഗതിയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടല്ലോ ഇവിടെ എന്താ പറയണ്ടേ 20ഓളം BJP MLA-മാരുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് BJP അതായത് മാധ്യമരംഗത്തും കേരളത്തിലെ സൗമ്യ മുഖങ്ങളെ എന്താ പറയേണ്ടത് തെരഞ്ഞെടുപ്പ് രംഗത്തോട്ട് ഇറക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ അനിൽ നമ്പ്യാരും സുജയ പാർവതിയെ പോലെയുള്ള ആൾക്കാരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP രംഗത്തിറക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സുജയ പാർവതിയെ പോലെയും അനിൽ നമ്പ്യാരെ പോലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക അസംബ്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ ഇവിടുത്തെ LDF-ൻ്റെ UDF-ൻ്റെ നെറികേട് അവർ നടത്തുന്ന ഉഡായിപ്പ് ജനങ്ങളെ അറിയിക്കാനും അത് ചോദ്യം ചെയ്യാനും ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് തന്നെയാലും ഉണ്ടല്ലോ BJP ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം 32 ഞാൻ ഓൾറെഡി പറഞ്ഞു 32 സീറ്റോളം BJP-ക്ക് കിട്ടുമെന്നില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും കാലിബറുള്ള കപ്പാസിറ്റിയുള്ള ലീഡേഴ്സിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും പ്രസൻറ്റ് ചെയ്യാനും കപ്പാസിറ്റിയുള്ള ആൾക്കാർ BJP സ്ഥാനാർത്ഥികളായിട്ട് നോക്കുന്നത്. അതായത് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിച്ച് അവതരിപ്പിക്കാൻ അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയായിരിക്കാം എന്താ പറയേണ്ടത് അവർ അസംബ്ലിയിലും ചെയ്യേണ്ട. ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ കൂടുതലും ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനൊരു ഒരു പരിഹാരം കാണാൻ വേണ്ടി ഒരാളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ ദൗത്യം, അതല്ലേ? അത് പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ഒരാളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ പ്രത്യേക ഒരു കഴിവുണ്ടാകാം ഇത്തരം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാവാം ഈ സുജയ പാർവതിയും അനിൽ നമ്പ്യാരെയും പോലുള്ള ആൾക്കാരെ BJP സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലോ ഇവന്മാരുടെ ഉഡായിപ്പ്, ഈ രണ്ട് ടീമിൻ്റെ ഉഡായിപ്പ് ഇവിടെ നടക്കില്ല. BJP ഒരു 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തകിട്ടം മറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം. ഇതിപ്പോൾ ഒരു ഇനീഷ്യൽ ഇത് റൂമറാണ്. ഈ സുജയ പാർവതിയും അനിൽ നമ്പ്യാരുടെ കേസ് നമുക്ക് ഒരുപാട് നല്ല, അതായത് ഇത്തരം കപ്പാസിറ്റി നല്ല കാലിബറുള്ള ആൾക്കാർ ഇനിയും വരും ദിവസങ്ങൾ പുറത്തു വരും. നമുക്ക് കാത്തിരിക്കാം. അത്തരങ്ങൾ ഒരുപാട് നല്ല പേരുകൾ പുറത്തു വരട്ടെ. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.